ടാറ്റൻ്റെ ഗ്രീൻ കളറ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഓട് മേഞ്ഞൊരു സൈറ്റ് ഞാൻ കാണിച്ചെന്നില്ലേ, ഓടൊക്കെ കച്ചവടമായി പോയി. അന്നൊരു വീഡിയോ ഇട്ടീന് ഓടിൻ്റെ ഒക്കെ കച്ചവടമായി പോയി. അപ്പോൾ അത് മൊത്തം ഇറക്കി വെച്ചപ്പോൾ ഷീറ്റിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കോലത്തിലായിട്ടുണ്ട്. ഓടിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിരുന്നു, പക്ഷേ നമ്പർ കൊടുക്കാത്തതുകൊണ്ട് എന്നാലും എൻ്റെ നമ്പർ തപ്പി പിടിച്ച് കുറേ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു. ആർക്കും ഞാൻ നമ്പർ കൊടുത്തില്ല. അപ്പോൾ അത് ഒക്കെ സെറ്റാക്കി തന്ന് ആൾക്കാർ കൊണ്ടുപോയിട്ട് ഫിനിഷാക്കി തന്ന്. ഇനിയിപ്പോൾ ഏതായാലും ആ ഒരു ഓട് 2000 ഓടുണ്ടായിരുന്നു, അത് കൊടുത്തു പോയിട്ടോ. സുഹൃത്തുക്കളെ, ഷീറ്റിൻ്റെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ പൈപ്പടിയൊക്കെ കഴിഞ്ഞ് പാത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഷീറ്റിൻ്റെ ലോറി വരുന്നുണ്ടായിരുന്നപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ പോകണമായിട്ട് കണ്ടത്. നല്ല ക്യാമറ ആയതുകൊണ്ടേ നല്ല ക്ലിയറാ ഉണ്ടോ, എന്തോ ക്ലിയറൊക്കെ അതാ പോണ്. അത് മേഘത്തിൻ്റെ ഉള്ളിൽ കാണില്ലടാ പോണേ. മേഘത്തിൻ്റെ ഉള്ളിൽ ഇവർക്ക് എന്താ പരിപാടി? അങ്ങനെ നമ്മൾ വണ്ടി വന്നു ഗൈസ്. ടാറ്റൻ്റെ ഗ്രീൻ കളറ്, ടാറ്റൻ്റെ 47 അത്. സീറ്റ് കയറ്റാട്ടോ, ആകെ വെയിലുകൊണ്ട് സ്വീപ്പായി പോയി. അപ്പോൾ പണിക്കാർ കിട്ടാനില്ലാത്തതുകൊണ്ടേ ഈ 4300 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഞാൻ തന്നെ മൊത്തത്തിൽ അടിച്ച് ഷീറ്റ് ഇടാനുള്ള പരിപാടി ഞാൻ തന്നെ. വേറെ ആളെ കയ്യും കാലം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. മക്കളെ 2 മണിയാകുമ്പോൾ സീറ്റൊക്കെ ഇറക്കി, ലോറിയിൽ നിന്ന് വന്ന മൊത്തം സീറ്റ് ഇറക്കി. അവിടെ 2 പണിക്കാർ ചെക്കന്മാരുണ്ട്. അല്ല, അവിടെ മൊത്തത്തിൽ അടിച്ച് റെഡിയാക്കി എടുത്താ. ടാറ്റൻ്റെ ഷീറ്റ് 47 ഫുള്ള് ഗ്രീനാണ്. മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അട്ടി വെച്ചിരിക്കണം. നാളെ മുതൽ പാത്തിൻ്റെ പണി കഴിഞ്ഞാൽ മേയാൻ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 2 ദിവസമായിട്ട് രാവിലെ 7 മണിക്ക് പണി തുടങ്ങും, 2, 2:30, 3 മണിയൊക്കെ പണി നിർത്തും. ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിൽ കുറച്ച് കുറവാണ്. മേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടേ വെയിൽ കുറച്ച് കുറവുണ്ട്. ഉടനൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.